ഒരു ചെറുപ്പക്കാരൻ സുന്ദരിയായ ഒരു യുവതിയെ വിവാഹം കഴിച്ചു. അയാൾക്ക് അവളെ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ അവൾക്ക് ഒരു ത്വക്ക് രോഗം പിടിപെട്ടു. അവളുടെ സൗന്ദര്യം പതിയെ കുറയാൻ തുടങ്ങി. പിന്നീടൊരിക്കൽ ഒരു യാത്രാവേളയിൽ ഭർത്താവ് ഒരു വലിയ അപകടത്തിൽപ്പെടുകയും അതിൻ്റെ ഫലമായി അയാൾക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും അവരുടെ ദാമ്പത്യ ബന്ധം പതിവ് പോലെ തുടർന്നു. ദിവസങ്ങൾ കഴിയവേ അവളുടെ സൗന്ദര്യം കുറഞ്ഞു വന്നു. എന്നാൽ കാഴ്ചയില്ലാത്തതിനാൽ അവളുടെ ഭർത്താവ് ഇതൊന്നും അറിഞ്ഞില്ല. അവരുടെ വിവാഹ ജീവിതം പതിവ് പോലെ മുന്നോട്ട് പോയി. അയാൾ തൻ്റെ ഭാര്യയെ അതിയായി സ്നേഹിച്ചു. അതുപോലെ അവളും അയാളെ ഗാഢമായി സ്നേഹിച്ചിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഒരു നാൾ അവൾ മരണപ്പെട്ടു. അവളുടെ മരണം അയാളെ കടുത്ത ദുഃഖത്തിലാഴ്ത്തി. ഭാര്യയുടെ മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം അവിടം വിട്ടുപോകാൻ അയാൾ തീരുമാനിച്ചു. അപ്പോൾ അയാളുടെ ഒരു സുഹൃത്ത് പിന്നിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, ഇത്രനാൾ നിങ്ങളുടെ ഭാര്യയുടെ സഹായത്താലല്ലേ നിങ്ങൾ നടന്നിരുന്നത്? ഇനി നിങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് നടക്കും? അയാൾ ശാന്തനായി മറുപടി പറഞ്ഞു, ഞാൻ അന്ധനല്ല, എനിക്ക് കാഴ്ചശക്തിയുണ്ട്. എന്നാൽ ഞാൻ അന്ധനായി അഭിനയിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് വിഷമമുണ്ടാകാതിരിക്കാനാണ്. അവൾ വിരൂപയായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നത് അവളെ കൂടുതൽ വിഷമിപ്പിക്കും എന്നെനിക്കറിയാമായിരുന്നു. ഞാൻ അവളെ സ്നേഹിച്ചത് കേവലം ബാഹ്യ സൗന്ദര്യം നോക്കിയല്ല, അവളുടെ കരുതലും സ്നേഹവും എനിക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എപ്പോഴും സന്തോഷമായിരിക്കാനാണ് ഞാൻ അന്ധനായി അഭിനയിച്ചത്. ബാഹ്യ സൗന്ദര്യം കാലക്രമേണ മങ്ങിത്തുടങ്ങും. പക്ഷേ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സത്യമായ സ്നേഹം ഒരിക്കലും മങ്ങില്ല.